لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوة والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم وإلى ثمود أخاهم صالحا قال يا قوم اعبدوا الله ما لكم من إله غيره هو أنشأكم من الأرض واستعمركم فيها فاستغفروه ثم توبوا إليه إن ربي قريب مجيب സത്യവിശ്വാസികളെ വിശ്വാസികളെ അല്ലാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് തിരിച്ചറിയുകയും അത് അല്ലാഹുവിൻ്റെ വേദഗ്രന്ഥത്തിൽ നിന്ന് വായിച്ചറിയുകയും പഠിക്കുകയും എന്നിട്ടത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യാൻ ശ്രമിക്കണം എന്ന് ആദ്യം എന്നോടും പിന്നെ നിങ്ങളോടും ഉപദേശിക്കുന്നു. സമൃദ്ധമായി മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഇപ്പം ഞാനും നിങ്ങളുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ പരിസരങ്ങൾ, ചുറ്റുപാടുകൾ, പാടവും പറമ്പുമൊക്കെ അതിൻ്റെ സജീവത നിലനിർത്തുന്നുമുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ വിശ്വാസികളായ ആളുകൾ അല്ലാഹുവിൻ്റെ ദീനിൻ്റെ കൽപ്പനയുടെ ഭാഗമായി മനസ്സിൽ വെക്കേണ്ട ചില സംഗതികളിലേക്ക് വെളിച്ചം വീശുക മാത്രമാണ് ഞാനിന്ന് ചെയ്യുന്നത്. അല്ലാഹുവിൻ്റെ നിയമങ്ങൾ അവിടെയൊക്കെയും പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇസ്ലാം എന്ന വാക്കിനർത്ഥം സമാധാനപരമായ ഒരന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുക എന്നതാണ്, ശാന്തി ഉണ്ടാക്കിയെടുക്കുക എന്നതാണ്, നല്ല സ്വസ്ഥമായി ജീവിക്കാൻ പറ്റിയ ഒരു അറ്റ്മോസ്ഫിയർ നിലനിർത്തുക എന്നതാണ്. ഇതെല്ലാം ഇസ്ലാം എന്ന വാക്കിലുണ്ട്. നിർഭയത്വവും സുരക്ഷിതത്വവും അർത്ഥം നൽകുന്ന ഈമാനാണ് നമ്മുടെ വിശ്വാസം എന്ന അതിൻ്റെ അറബി. അങ്ങനെ വരുമ്പോൾ ഈ സംഗതികളൊക്കെ നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിൽ ഉണ്ടാക്കിയെടുക്കാൻ അധ്വാനിക്കണം എന്ന് നമ്മളോട് അല്ലാഹുവിൻ്റെ മതം തന്നെ പറയുന്നുണ്ട്. തിന്നും കുടിച്ചും മതിച്ചും സുഖിച്ചും ആയുഷ്കാലം തീർത്ത് തിരിച്ചു ചെല്ലാനല്ല അല്ലാഹു നമ്മളെ പടച്ചയച്ചത്. മറിച്ച് ഓരോ മേഖലയിലും ഇന്ന മേഖലകളിലൊക്കെയും നിങ്ങളുടെ കയ്യൊപ്പ് ചാർത്തണം, നിങ്ങളുടെ പങ്ക് നിങ്ങൾ നിർവഹിക്കണം എന്ന് പറയാൻ തന്നെയാണ്. അതിൽപ്പെട്ട ഒന്നാണ് നമ്മുടെ സസ്യജാലങ്ങൾ, നമ്മുടെ കൃഷി, അതുമായി ബന്ധപ്പെട്ട ചില സംഗതികൾ. സസ്യങ്ങളോട് നല്ല ബന്ധം കാത്തു സൂക്ഷിക്കണം, അവയെ സംരക്ഷിച്ച് പരിപാലിക്കണം. അങ്ങനെ ചെയ്യണം എന്ന് ഇസ്ലാം നമ്മളോട് കൽപ്പിക്കുന്നുണ്ട്. ചിലർക്ക് ഈ പച്ച നിറം കാണുന്നതേ അലർജിയാണ്. പ്രകൃതിയിലെ ഈ പച്ച നിറമുണ്ടല്ലോ, അത് കാണുന്നതേ അലർജിയാണ്. അവനവന്റെ പറമ്പിൽ എന്തെങ്കിലും ഒന്ന് വളർന്നു വന്നാൽ അന്നേറെയാണ്. അങ്ങനെയല്ല വിശ്വാസികൾ അതിനോട് സമീപിക്കേണ്ടത് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഒരു മുസൽമാന്റെ ജനനം മുതൽ അതല്ല, ഒരു മനുഷ്യന്റെ ജനനം മുതൽ, അല്ലെങ്കിൽ മനുഷ്യകുലത്തിന്റെ ആരംഭം മുതൽക്ക് ഇങ്ങോട്ട് മനുഷ്യകുലത്തിന്റെ അല്ലെങ്കിൽ ഈ പ്രകൃതിയുടെ അങ്ങേയറ്റം വരെ
ഇത്തരത്തിലുള്ള കൃഷിയുമായും ചെടിയുമായും സസ്യവുമായും മരങ്ങളുമായും ബന്ധിപ്പിച്ച് അള്ളാഹുവിന്റെ കിതാബ് ആചാരമാകുന്നുണ്ട്. നമ്മൾ ആ ഭാഗം വായിച്ചെത്തിയിട്ടില്ല എന്നർത്ഥം. ലോക ചരിത്രം ആരംഭിക്കുന്നു. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം പിറവിയെടുക്കുന്നു, സ്വർഗത്തിൽ താമസിക്കുന്നു. ആ താമസിക്കുമ്പോൾ ആദ്യം വന്ന കൽപ്പന വലാ തഖറബ ഹാദിഹി ഷജറ ഫതകൂന മിനൽ ളാലിമീൻ. ഒരു മരം കൊള്ളയെടുക്കണ്ട, ആ മരത്തിന്റെ കനി പിടിച്ചു തിന്നുകയും വേണ്ട. വിധികളും വിലക്കുകളും ഉണ്ട് മനുഷ്യന് എന്നതിന്റെ ആദ്യത്തെ നിയമം ഇറങ്ങുന്നത് അതൊരു മരവുമായി ചുറ്റിപ്പറ്റിയാണ്. നഗ്നത ബോധ്യപ്പെട്ടു അവർക്ക് രണ്ടുപേർക്കും. നഗ്നത ബോധ്യപ്പെട്ടപ്പോ അവർ ആ സ്വർഗത്തിലെ മരങ്ങളിൽ നിന്ന് ഇലകൾ പറിച്ചെടുത്ത് നാണം മറച്ചു എന്ന് അള്ളാഹുവിന്റെ കിതാബ് നമ്മളെ പഠിപ്പിക്കുന്നു. നമ്മൾ ജനിച്ചു വളർന്നത് അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലാണ് എന്നാ സൂചിപ്പിക്കുന്നത്. ഈ വിഷയം വിശുദ്ധ ഖുർആൻ സൂറത്ത് ആറാഫില്, സൂറത്ത് താഹയിലൊക്കെ മനോഹരമായി പറയുന്നുണ്ട്. ഇവിടെ നിന്നാണ് നമ്മളുടെ ആരംഭം. ഇത് നമ്മുടെ അവസാനത്തെ മനുഷ്യർ അവസാനിക്കുമ്പോ ഫൈദാ ഖാമത്തിൽ ഖിയാമ അല്ലെങ്കിൽ ഫൈദാ ഖാമത്തിസ് സാ, രണ്ടു നിലക്കും റിപ്പോർട്ടുണ്ട്. സുവർണ്ണ കാഹളത്തിന്റെ ഒച്ച കേൾക്കുന്നു നിങ്ങൾ കരുതുക. വഫീ യദി അഹദികും ഫസീല, നിങ്ങളിൽ ആരെങ്കിലും ഒരാളുടെ കയ്യിൽ ഒരു മരത്തിന്റെ തൈയുണ്ട് എന്നും സങ്കല്പിക്കുക. അങ്ങനെ സംഭവിച്ചാൽ ഫഇൻ ഇസ്തതാഅ അൻ ലാ യഖൂമ ഹത്താ യഹരിസഹാ ഫൽയഫ്അൽ, അത് നട്ട് എണീക്കാൻ സമയം കിട്ടുമെങ്കിൽ അവനത് ചെയ്യണം. ലോകത്തിന്റെ അവസാനത്തെ ആക്ടിവിറ്റിയായി അള്ളാഹു നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ ഒരു ചാൻസ് നിങ്ങൾക്ക് കിട്ടിയാൽ അവിടെയും ഒരു മരവും സസ്യവും കൃഷിയും ഒക്കെ ബന്ധപ്പെട്ട ഒരു വിഷയം പറയുന്നു. ഇസ്ലാമിന്റെ ആദ്യാന്ത്യമുള്ള ഹരിത സ്വഭാവം നമ്മൾ അങ്ങനെ വായിച്ചെടുക്കുന്നു. ഈ ഹരിത സ്വഭാവത്തിനോട് തന്നെയാണോ ഞാനും നിങ്ങളുമൊക്കെ മുമ്പോട്ട് പോകുന്നത്? പ്രകൃതിയുമായി ഇണങ്ങി തന്നെയാണോ പോകുന്നത് എന്ന് ചോദിച്ചാൽ അല്ല. അതുകൊണ്ടുള്ള ദുരന്തങ്ങളോ ഒരുപാട് അനുഭവിക്കുന്നു മനുഷ്യൻ. എന്നാലും നമ്മൾ പഠിക്കൂല. ബാസ്, ഖിയാമത്ത്, ലോകം അവസാനിച്ച് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉൾപ്പെടെ എല്ലാ ലോകത്തെ മുഴുവൻ മനുഷ്യരെയും രണ്ടാമത് പുനർജനിപ്പിക്കും. അതാണ് ബാസ്, ഖിയാമത്ത് നാളെ. ആ ബാസ് നമ്മളോട് പറയുന്നത് വിശുദ്ധ ഖുർആൻ ഇങ്ങനെയാണ്: വനസ്സൽനാ മിനസ് സമാഇ മാഅൻ മുബാറക, ആകാശത്തു നിന്ന് നാം മഴ വർഷിപ്പിക്കുന്നു, അനുഗ്രഹീതമായ മഴ. ആ മഴ ലഭിക്കുമ്പോ നിങ്ങൾക്ക് ഒരുപാട് ജന്നാത്തുകൾ ഉണ്ടാക്കി തരുന്നു. വഹബ്ബൽ ഹസീദ്, കൊയ്തെടുക്കുന്ന ധാന്യങ്ങളും ഉണ്ടാകുന്നു. വന്നഖല ബാസിഖാത്തിൽ ലഹാ തൽഉൻ നദീദ്, അടുക്കടുക്കായി കുലകളുള്ള ഉയരമുള്ള ഈന്തപ്പനകളും നിങ്ങൾക്ക് ഉണ്ടാക്കുന്നു. ഇതറങ്ങിയത് അവിടെയാണല്ലോ. നിങ്ങൾക്കുണ്ടാക്കി തരുന്നു. റിസ്ഖൻ ലിൽ ഇബാദ്, അല്ലാഹുവിന്റെ ഇബാദുകൾക്കുള്ള റിസ്ഖ് എന്നോണം. വഅഹ്യൈനാ ബിഹി ബൽദതൻ മൈത, അങ്ങനെ നാം ചത്തുകിടക്കുന്ന തരിശായ ഭൂമിയെ നാം വീണ്ടും സജീവമായ ഭൂമിയാക്കി മാറ്റുന്നു. കദാലികൽ ഖുറൂൻ, അങ്ങനെയാണ് നിങ്ങളും ഖിയാമത്ത് നാളിൽ പിന്നീട് തിരിച്ചു വരിക. മഴ പെയ്യുമ്പോ ഈ ഭൂമി സജീവമാകുന്ന പോലെ. ഇത് തന്നെയാണ് സൂറത്ത് ഹജ്ജിൽ അള്ളാഹു ഇത് കൃത്യമായി പറഞ്ഞു പഠിപ്പിക്കുമ്പോ ആ 5 മുതൽ 7 വരെയുള്ള ആയത്തുകളിലും ഉൾച്ചേർത്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ മരം, പച്ചപ്പ്, തോട്ടം, കൃഷി, അങ്ങനെയുള്ള വിഷയങ്ങൾ എമ്പാടും നമ്മളുടെ ജീവിതവും നമ്മളുടെ ഓരോ ഘട്ടവുമായി ഇങ്ങനെ ചേർത്ത് പറഞ്ഞ് അവസാനം സ്വർഗീയ ആരാധനകളെ കുറിച്ച് ജന്നാത്ത് എന്ന് പറഞ്ഞു. ഇതേ ജന്നത്ത് എന്ന പദം ദുനിയാവിലെ ജന്നത്തുകളെ കുറിച്ച് പറയുന്നുണ്ട്. ജന്നത്തുൻ എന്ന വാക്കിന് അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ 4ാം ക്ലാസ്സിലെ അറബി പഠിക്കുന്ന കുട്ടി പറയും തോട്ടം. ഏത് തോട്ടം? ആ കുട്ടി കണ്ട തോട്ടം ഒരു 4-5 തെങ്ങുകളുടെ, ഒരു 2 പച്ചമുളകിന്റെ മരടുകളുടെ ഒരു തോട്ടായിരിക്കും. അതിന് ജന്നത്ത് എന്ന് അറബി പറയില്ല. ജന്നത്ത് എന്ന് അറബി പറയില്ല. ജന്ന എന്ന വാക്കിനർത്ഥം മറഞ്ഞു എന്നാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഒരു തരം സൃഷ്ടികൾക്ക് ജിന്ന് എന്ന് നമ്മൾ പറയുന്നത്. നമ്മൾ കാണാത്തത് കൊണ്ട്. നിങ്ങൾക്ക് അവരെ കാണാൻ കഴിയുന്നെന്ന് വിശുദ്ധ ഖുർആൻ. കാണാത്തത് ജന്നത്താകണമെങ്കിൽ
ഈ മാവും പിലാവും പൊളിയും കരിമ്പും ഓരോ സാധനങ്ങളും ഇങ്ങനെ ഇടതൂർന്ന് പരസ്പരം ഇങ്ങനെ കൊമ്പുകൾ പരസ്പരം ചേർത്ത് കോർത്ത് ഇങ്ങനെ മുകളിൽ നിന്ന് നോക്കിയാൽ താഴേക്ക് കാണാത്ത രൂപത്തിൽ ഇങ്ങനെ നിൽക്കുന്ന അതിനെ നമുക്ക് ജന്നത്ത് എന്ന് വിളിക്കാം. അപ്പം കാട് എന്നർത്ഥം പറയേണ്ടി വരും. അതാണ് ജന്നത്ത്. ഭൂമിക്ക് ഇങ്ങനെ പന്തലിട്ട് കൊണ്ട് നിൽക്കുന്ന ഈ ജന്നാത്തുകൾ അത് മറ്റൊരു വിഷയമാണ്, പിന്നീട് പറയേണ്ട. ഈ ജന്നാത്തുകൾ എന്തിനു പഠിക്കേണ്ടതുണ്ട്. ഈ ജന്നാത്തുകൾ അള്ളാഹു ഉണ്ടാക്കിയ, നമ്മൾ ജന്നാത്തുകൾ സൃഷ്ടിക്കുന്നില്ല, നമ്മൾ ജന്നാത്തുകൾ നശിപ്പിക്കുന്നവരാണ്. അതൊരു ഹരവുമാണ്. മൂടുമറം എണ്ണ തേക്കുന്നവർ എന്ന് ആ സാഹിത്യകാരൻ പറഞ്ഞു പോലെ. അപ്പൊ അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിലേക്ക് പോകുന്നു. മരണാനന്തര ജീവിതത്തിൽ സ്വർഗീയത്തെക്കുറിച്ച് ആരാമം, അതുപോലെ തന്നെ ഉദ്യാനം, അതുപോലെ തന്നെ ആരണ്യം എന്നൊക്കെ മലയാളത്തിൽ അർത്ഥം വരുന്ന ഈ പദമുണ്ടല്ലോ ജന്നത്ത്, അതാണ് സ്വർഗത്തോപ്പിനെ കുറിച്ച് പറയുന്നത്. അങ്ങനെയാണ് നമ്മൾ സ്വർഗപ്പൂന്തോപ്പ് എന്നൊക്കെ പറഞ്ഞത്. സ്വർഗപ്പൂ മാത്രമല്ല അവിടെ ഉണ്ടാവുക, സ്വർഗത്തോപ്പ്. അതുകൊണ്ട് ഇങ്ങനെയാണ് അള്ളാഹു ഇസ്ലാം മതം പഠിപ്പിക്കാൻ വേണ്ടി ഓരോന്നും പഠിപ്പിക്കാൻ വേണ്ടി. ഇനി നമ്മൾ ജീവനേക്കാൾ സ്നേഹിക്കുന്ന നമ്മുടെ ഒരു ആദർശമുണ്ടല്ലോ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിനെ സൂറത്ത് ഇബ്രാഹിമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപമ പറയുന്നുണ്ട്. അലം തറ കൈഫ ളറബല്ലാഹു മസലൻ കലിമതൻ ത്വയ്യിബതൻ കശജറത്തിൻ ത്വയ്യിബ അസ്ലുഹാ സാബിതുൻ വഫറുഹാ ഫിസ്സമാ തുഅതി ഉലഹാ കുല്ല ഹീൻ ബിഇذن റബ്ബിഹാ. ഇതാണ് തൗഹീദ് ഉൾക്കൊണ്ട ഒരാൾ ഇങ്ങനെയാവണം. ഇതാണ് തൗഹീദ് എന്ന് പറയുന്നത്. കശജറത്തിൻ ത്വയ്യിബ. ഏത് നാട്ടിലെ ആർക്കും മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ കൃഷിയുമായി ബന്ധപ്പെട്ട്, മരവുമായി ബന്ധപ്പെട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. നല്ലൊരു മരം നിങ്ങൾ മനസ്സിൽ കാണുക. ആ മരത്തിന്റെ പ്രത്യേകത അസ്ലുഹാ സാബിത് വഫറുഹാ ഫിസ്സമാ. അതിന്റെ താഴ്വേര് പടലം അതിശക്തമാണ്. അങ്ങേയറ്റം ഭൂമിയിൽ ഇങ്ങനെ ഗ്രിപ്പുള്ള വേരുപടലങ്ങളുണ്ട്. അതിന് അതിശക്തമായ താഴ്വേരുകൾ അങ്ങനെ അതിശക്തമായി ഉണ്ടാകുമ്പോൾ അതിന്റെ ഡയറക്ട്ലി പ്രപ്പോർഷനായി ആകാശത്ത് അതിന്റെ വിശാലമായ ശിഖരങ്ങൾ നീണ്ടു പരന്നു കിടക്കും. അങ്ങനെയാണ് മരത്തിന്റെ വേരെത്രയുണ്ടെന്ന് ആളുകൾ നോക്കുക, അതിന്റെ ശിഖരങ്ങൾ നോക്കിയിട്ട്. എത്രമാത്രം കൊമ്പും ശിഖരങ്ങളും ഉപശാഖകളും ഉണ്ടെന്ന് ഒരാൾക്ക് നോക്കിയാൽ, വിവരമുള്ള ഒരാൾക്കറിയാം അതിന്റെ വേര് കടക്കാൻ എത്ര ആളുടെ പണിയെടുക്കേണ്ടി വരുമെന്ന്. അപ്പൊ അത് ഡയറക്ട്ലി പ്രപ്പോർഷനാണ്. രാവും പകലും അള്ളാഹുവിന്റെ അനുമതി പ്രകാരം സേവനത്തിന്റെ സൽഫലങ്ങൾ മനുഷ്യർക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു നല്ല മരം, അങ്ങനെ ഒരു നല്ല മരമാണെന്ന് എന്നോടും നിങ്ങളോടും അള്ളാഹു കൽപ്പിക്കുന്നു. കല്ലെറിയുന്നവനും ഇല്ലാത്തവനും കൂക്കി വിളിക്കുന്നവനും വിളിക്കാത്തവനും പരിഹസിക്കുന്നവനും കോമാളിത്തരം കാണിക്കുന്നവനും എല്ലാവർക്കും മധുര ഫലങ്ങൾ നൽകുന്ന ഒരു നല്ല മരം. എന്തേ ഉപയോഗിക്കാൻ എമ്പോഴും സാധനങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ടായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ആപ്റ്റായി പറയാൻ ഒരു മരത്തെ തെരഞ്ഞെടുത്തത് അത്രമേൽ കൊള്ളുന്ന മറ്റൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സംഗതികളൊക്കെയും നമ്മളുടെ ചർച്ചയിൽ, നമ്മളുടെ അജണ്ടയിൽ അങ്ങനെ ഒന്ന് നഷ്ടപ്പെട്ടു പോവുകയാണ്. എന്ത് ഈ കൃഷി അതുമായി ലാഭകരമല്ലെന്ന് ഉറപ്പാണ്. ലാഭകരമല്ലാതിരിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. അത് രാഷ്ട്രീയമായതുകൊണ്ട് ഞാൻ ഇവിടെ പറയുന്നില്ല. ലാഭകരമല്ലാതെ നമ്മളെല്ലാവരും കൂടി ആക്കിയതാണ്. ലാഭകരമായിരുന്നു ഒരു കാലഘട്ടത്തിൽ, മറ്റൊരു വിഷയമാണ്. അതുകൊണ്ട് ഇനി മറ്റൊന്ന്, ധനം സംബന്ധിച്ച് സംഭാവന നൽകി ധനം പടച്ചതമ്പുരാന്റെ മാർഗത്തിൽ ചെലവഴിച്ച് പുണ്യം നേടുന്ന ആളുകളെ കുറിച്ച് വിശുദ്ധ ഖുർആനിന്റെ സൂറത്തുൽ ബഖറയിലെ അവസാന ഭാഗത്ത് 261 ആയത്തിൽ പറഞ്ഞു നോക്കൂ. നിങ്ങളുടെ ഉദാഹരണം മസലുല്ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹ്. അല്ലാഹുവിന്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കുന്നവരുടെ ഉപമ കമസലി ഹബ്ബത്തിൻ, ഒരു ധാന്യമണി പോലെയാണ്. അംബതത്ത്, ആ ധാന്യമണി മുളപ്പിച്ചു. സബ്അ സനാബിൽ, അതിൽ നിന്ന് 7 കുലകളെ. ഫീ കുല്ലി സുംബുലത്തിൻ മിഅതു ഹബ്ബ, ഓരോ കുലയിലും 100 മണികൾ ഉണ്ടായി.
അതിങ്ങനെ 1,700 ഗുണഘോഷമാണ് പറയുന്നത്. 1,700 വർദ്ധിപ്പിക്കുന്നതിന്റെ ഗുണഘോഷമാണ് പടച്ച തമ്പുരാൻ ഇങ്ങനെ പറയുന്നത്. അത് പറയാനും ഉപയോഗിച്ച് ശൈലി കണ്ടോ നിങ്ങൾ? നീ പ്രവാചകന്മാരിൽ ചിലരെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മൂസ അലൈഹി സ്വലാത്തു വസ്സലാം, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇവർക്കൊക്കെയും ഇവരൊരു കർഷക മിത്രങ്ങളായിരുന്നു, കൃഷിക്കാരായിരുന്നു. പുതിയ വിവരമല്ല, അങ്ങനെയായിരുന്നു. കൃഷി എന്ന് പറയുമ്പോൾ നമ്മൾ ഇത് മാത്രമല്ലല്ലോ, ഈ കാലിക്കൃഷി ഉണ്ടല്ലോ, നക്കാലികളുടെ ക്ഷീരകൃഷി ഉണ്ടല്ലോ, അങ്ങനെ ഒരുപാട് കൃഷികളില്ലേ. ആ കൃഷികൾ കൃഷി ചെയ്ത് ജീവിച്ചിരുന്നതാണ്. അമ്പിയാക്കന്മാരിൽ പലരും ഒരു രാജ്യം ക്ഷാമത്തിലേക്ക് നടന്നെടുത്ത് വല്ലാതെ കഷ്ടപ്പെട്ടു പോകുമെന്ന് കണ്ടപ്പോ ആ ക്ഷാമകാലത്തെ കുറിച്ചുള്ള മുന്നറിയിപ്പ് വായിച്ച് കാലെ കൂട്ടി കാർഷികമായ ഒരുക്കങ്ങളിലൂടെ ഒരു നാടിനെ ഈജിപ്തിൽ രക്ഷിച്ച ഒരു പ്രവാചകന്റെ കഥ പറയുന്നുണ്ട് വിശുദ്ധ ഖുർആൻ സൂറത്ത് യൂസുഫിൽ. യൂസഫ് എന്ന് പറയുന്ന മഹാനായ പ്രവാചകന്റെ എമ്പാടും അനുഗ്രഹങ്ങൾ അള്ളാഹു നൽകിയ ഒരു പ്രവാചകൻ, ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുള്ള ഒരു പ്രവാചകൻ, ഒരു നാടിനെ രക്ഷിച്ചെടുക്കാൻ ആവശ്യമായ കാർഷിക വിളകൾ എങ്ങനെയായിരിക്കണമെന്നും അതെങ്ങനെ വിനിയോഗിക്കണമെന്നും എങ്ങനെ ദൂർത്തടിക്കാതെ സംഭരിക്കണമെന്നും കൃത്യമായി പ്ലാനിങ്ങോടുകൂടി പഠിപ്പിച്ചു കൊടുത്തതിന്റെ നേർചിത്രമാണ് ആ സൂറത്തിൽ ഞാനും നിങ്ങളും വായിച്ചെടുക്കുന്നത്. എന്നിട്ട് നമ്മളോട് അള്ളാഹുവിന്റെ പ്രവാചകൻ ഇതൊക്കെ പഠിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു: മാ മിൻ മുസ്ലിമിൻ യഗ്റുസു ഗ്റസൻ ഔ സറഅ സറഅൻ ഫഅകലഹു മിൻഹു طير ഔ ഇൻസാൻ ഔ ബഹീമ ഇല്ലാ കാന ലഹു സദഖ. ഒരാൾ ഒരു കൃഷി ചെയ്യുന്നു, അത് നട്ടു. നമ്മൾ ആദ്യം തന്നെ കണക്ക് കൂട്ടും, ഇങ്ങനെ കൃഷി ചെയ്താൽ ഏറെക്കുറെ ഇതിൽ നിന്നുണ്ടാകാവുന്ന ഔട്ട്പുട്ട് ഇന്നതാണ്, അതിന് ഇത്രയേ വരുമാനം ഉണ്ടാവുള്ളൂ, ഇൻപുട്ട് ഇത്രയും വേണം, അത് നഷ്ടല്ലേ, അതുകൊണ്ട് ആ ഭാഗം തിരിഞ്ഞു നോക്കേണ്ടതില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ ദീനുൽ ഇസ്ലാമായി പഠിപ്പിച്ച ലാഭം നോക്കൂ. നിങ്ങളൊരു തെങ്ങ് വെച്ചു, നിങ്ങളൊരു മാവ് വെച്ചു, നിങ്ങൾ സൽഫലമുള്ള മറ്റെന്തെങ്കിലും വെച്ചു, എന്നിട്ടത് വളർന്നു വലുതായി സൽഫലങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി, ആർക്കൊക്കെയോ ഉപകാരമുള്ള, അതിൽ നിന്ന് പക്ഷികൾ തിന്നു, മനുഷ്യർ തിന്നു, നാക്കാലികൾ തിന്നുപോയി, കള്ളൻ കട്ടെടുത്തു കൊണ്ടുപോയി. ഇതിനൊക്കെയും ഇല്ല കാന ലഹു സദഖ, അത് ധർമ്മം ചെയ്ത കൂലി കിട്ടും. പിന്നെ എങ്ങനെയാണ് നമ്മുടെ കീശയിലേക്ക് വരുന്ന കറൻസിയിൽ നഷ്ടമുണ്ടാകും? പരലോകത്ത് നമ്മളുടെ ക്രെഡിറ്റ് ബാങ്കിൽ, നമ്മുടെ പുണ്യത്തിന്റെ ക്രെഡിറ്റ് ബാങ്കിനെ കുറിച്ച് ആലോചിക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ നഷ്ടത്തിന്റെ പെരുമ നമ്മൾ പറയുന്നത്. ആര് തിന്നു പോയാലും എങ്ങനെ നഷ്ടപ്പെട്ടാലും കൂലി കിട്ടും. അതുകൊണ്ട് പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ, ഒരു കാലത്തും നിങ്ങൾ നഷ്ടത്തിലാവുകയില്ല. ആരൊക്കെ നിരുത്സാഹപ്പെടുത്താൻ ശ്രമിച്ചാലും, ആരുടെയൊക്കെ കുളത്ത് നിങ്ങളുടെ കോളറക്ക് പിന്നിൽ അതിശക്തമായി ഉണ്ടെങ്കിലും പിന്നോട്ടൊരു സ്റ്റെപ്പ് പോലും വെക്കരുത് എന്ന് വളരെ വിനീതമായി ഉപദേശിക്കാൻ ഞാൻ ഈ സമയം ഉപയോഗപ്പെടുത്തുകയാണ്. കൃഷികളൊക്കെ നശിക്കുവാൻ പലപ്പോഴും നമ്മുടെ പക്ഷികളും മൃഗങ്ങളൊക്കെയാണ്. അവിടെ മര്യാദ പഠിപ്പിക്കുന്നുണ്ട് ഇസ്ലാം മതം. ബർറാ ഇബ്നു ആസിബിന്റെ ഒട്ടകം ഒരു തോട്ടത്തിൽ കടന്ന് നാശമുണ്ടാക്കിയപ്പോൾ അതൊരു കേസായി വന്നു കോടതിയിൽ, ഇസ്ലാമിക കോടതിയിൽ. വിധി പറയുന്നത് ആരാരോ? പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. വിധിയൊന്നും തന്നെ അറിയാം. പകൽ തോട്ടത്തിന്റെ സുരക്ഷ ഉറപ്പുവരുത്തേണ്ടത് തോട്ടമുടമയുടെ ജോലിയാണ്. രാത്രി ആ മൃഗത്തെ കെട്ടിയിട്ട് നോക്കേണ്ടത് മൃഗത്തിന്റെ ഉടമസ്ഥനാണ്. രണ്ട് നിയമമാണ്. പകലാണെങ്കിൽ മൃഗത്തെ കുറ്റം പറഞ്ഞാൽ കഴിച്ചിലാവരുത്. രാത്രിയാണെങ്കിൽ അതിനെ സംരക്ഷിക്കേണ്ട ബാധ്യത അതിന്റെ മുതലാളിൻ്റെതാണ്. മരം മുറിക്കാൻ അനുമതി തേടിക്കൊണ്ട് മസ്ജിദുൻ നബവിയിൽ പ്രവാചകന്റെ അടുത്ത് ചില അൻസാരികൾ വന്ന പ്രവാചകൻ ഒരു കണ്ടീഷൻ വെച്ച് മുറിച്ചു കൊള്ളാൻ ആവശ്യപ്പെട്ടു. ഇതൊക്കെ ഇസ്ലാമിലെ പ്രവാചകന്റെ നിയമങ്ങളാണ്. ആ കണ്ടീഷൻ എന്താണെന്നറിയോ? നിങ്ങൾ ഒരു മരം മുറിക്കുമ്പോൾ പകരം മറ്റൊന്ന് കുഴിച്ചിടണം. സഹാബത്ത് അങ്ങനെ ചെയ്തു.
പിന്നെ അവിടം ഒരു കാടായി മാറി. ചരിത്രം രേഖപ്പെടുത്തി വെക്കുന്നതാണത്. നമസ്കാരം ദീർഘിപ്പിച്ചപ്പോ കൃഷിത്തോട്ടം പരിപാലിക്കുന്ന കർഷകരാണ് പ്രവാചകനോട് പരാതി പറഞ്ഞത്. ഞങ്ങൾക്ക് കൃഷിയിടങ്ങളിലേക്ക് തിരിച്ചു പോകാൻ സാധിക്കുന്നില്ല. മുആദ് റളിയല്ലാഹു തആല അൻഹു ആണ് ഇമാം. ഞങ്ങളുടെ കൃഷിപ്പണിക്ക് തടസ്സം വരുന്നു ഈ നീട്ടിയോതൽ. ഇന്നക അൻത ഫത്താൻ വ മുആദ്, നിങ്ങൾ കുഴപ്പക്കാരനാവുകയാണോ? പ്രവാചക തിരുമേനി കർഷക സുഹൃത്തുക്കൾക്കൊപ്പം നിന്നുകൊണ്ട് പള്ളിയിലെ ജമാഅത്തിന് ദൈർഘ്യം കുറക്കണം എന്നാണ് വിധി പറഞ്ഞത്. രണ്ടിനുമുണ്ട് പ്രാധാന്യം. ഇവിടെ രണ്ട് കാര്യങ്ങളെന്ന് പറയുമ്പോൾ ഈ വാട്സപ്പിൽ ഇങ്ങനെ അത് വെച്ചിട്ട് ഇങ്ങനെ നാളെ പോസ്റ്റ് വരരുത് എന്ന് ചെയ്യുന്നപ്പോൾ എനിക്കൊരു അപേക്ഷയുണ്ട്. രണ്ടിനുമുണ്ട് പ്രാധാന്യം. ഇസ്ലാം പറയുന്ന പ്രാധാന്യങ്ങൾ ഞാൻ ചെയ്യുന്നത് മാത്രമാണ് ശരി, മറ്റുള്ളവർ ചെയ്യുന്നത് തെറ്റാണ് എന്ന് വ്യാഖ്യാനിച്ചുകൂടാ. അതിനാണ് ഞാൻ ഗൗരവത്തിൽ അങ്ങനെ പറയുന്നത്. അങ്ങനെ വ്യാഖ്യാനിക്കരുത്. എനിക്കിഷ്ടമുള്ളത് ഇതാണെങ്കിൽ അത് തന്നെയായിരിക്കും ശരി, എന്നാൽ അതിന്റെ അപ്പുറത്തുള്ള സംഗതികൾ ഇസ്ലാം ഗൗനിക്കുന്നില്ല എന്ന് ഒന്നുകൂടാ. അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് പരിഗണിക്കേണ്ടതുണ്ട്. ഖുർആനിലെ ആയത്തിറങ്ങി എളുപ്പമുള്ളത് ഓതിയാൽ മതി എന്നല്ല ഇതിനർത്ഥം. കുറച്ചോതി കൊടുത്തോളുന്ന ഇതാണ് ഇസ്ലാം മതം. മുസ്ലിമീങ്ങൾ ഒരു പ്രദേശത്ത് താമസമാക്കിയാൽ രണ്ട് കാര്യങ്ങളാണ് ചെയ്യുക. ഒന്ന്, അവിടെ ഒരു പള്ളി ഉണ്ടാക്കും. രണ്ട്, അവിടെ കൃഷി നടത്തും. ഖൈബർ ജയിച്ചടക്കി പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജൂതന്മാരുമായി കരാറുണ്ടാക്കി. അവർ അവിടെ തന്നെ താമസിക്കണം, കൃഷി ചെയ്യണം. അവിടെ തന്നെ താമസിച്ചാൽ പോരാ, കൃഷി ചെയ്യണം. സഹാബത്തിന്റെ ഇഷ്ട സമ്പാദ്യങ്ങളൊക്കെയും തോട്ടമായിരുന്നല്ലോ. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. ഉംറക്ക് പോകുമ്പോൾ, ഹജ്ജിന് പോകുമ്പോൾ നിങ്ങൾ നയിച്ചു കൊണ്ടുപോകുന്ന അമീറുമാർ മസ്ജിദ് നബവിയുടെ കുറച്ച് അപ്പുറത്ത് ഒരു സ്ഥലത്ത് കൊണ്ടുപോയി നിങ്ങളെ നിർത്തിയിട്ട് നിങ്ങളൊരു ക്ലാസ് എടുക്കും. ഇവിടെ ഒരു തോട്ടമുണ്ടായിരുന്നു, ബൈറുഹ തോട്ടം. അബൂ തൽഹയുടെ ബൈറുഹ തോട്ടം നിന്നിരുന്ന സ്ഥലത്താണ് ഇപ്പം നമ്മൾ ഉള്ളത്. തൊട്ടപ്പുറത്ത് മസ്ജിദുൽ ഉമാമയുണ്ട്, തൊട്ടപ്പുറത്ത് മസ്ജിദ് അബൂബക്കറുണ്ട്. അവിടെ നിന്നുകൊണ്ട് നമ്മളോട് അമീറുമാർ ക്ലാസ് എടുക്കും. ഇവിടെ ഒരു ബൈറുഹ തോട്ടം ഉണ്ടായിരുന്നു. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ എന്ന ആയത്തിറങ്ങിയപ്പോൾ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു അത് ബൈത്തുൽ മാലിലേക്ക് കൊടുത്തു. പള്ളിയുടെ വികസനവുമായി ബന്ധപ്പെട്ട് ഇപ്പൊ തോട്ടം അവിടെയില്ല. മറ്റനേകം തോട്ടങ്ങൾ സഹാബത്ത് കണ്ണിന്റെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ച മനോഹരമായ തോട്ടങ്ങൾ ഇപ്പോഴും നശിക്കാതെ കൊണ്ട് നടക്കുന്നു മദീനയിൽ. ഉമ്മു സുലൈമിന് അബൂ തൽഹ മഹർ കൊടുത്തിരുന്നത് ആ തോട്ടമായിരുന്നു. അവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമായിരുന്നു. നമ്മൾക്കാണിത് വില കുറവ്. ഉമറിന്റെ കാലഘട്ടത്തിൽ പ്രായം ചെന്ന ഒരാൾ ഞാൻ എന്തിനി മരം നടണം എന്ന് ചോദിച്ചിട്ട് പിന്തിരിഞ്ഞു കളഞ്ഞു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ കൈക്ക് പിടിച്ച് നിർബന്ധിച്ച് മരം നടിച്ച ചരിത്രം നമുക്ക് ഇസ്ലാമിക ചരിത്രത്തിലുണ്ട്. ഇരുന്ന് നടുവത് എന്ന് പറഞ്ഞ് ആ മനുഷ്യരോട് അത് ചെയ്യിപ്പിച്ചു. ഇതാണ് ഇസ്ലാമിലെ ഖലീഫമാരും പ്രവാചകന്മാരും. 3.5 വർഷത്തിൽ കൂടുതൽ തരിശായി ഭൂമി ഇട്ടാൽ അത് പിടിച്ചെടുക്കും എന്നോർക്കാൻ ഖലീഫക്ക് ധൈര്യമുണ്ടായിരുന്നു. ആരാണ് ആ ധൈര്യം നൽകിയത്? അള്ളാഹുവിന്റെ ദീനിന്റെ നിയമങ്ങൾ. ഇറാഖ്, സിറിയ ജയിച്ചടക്കി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കാലത്ത്. പക്ഷെ കൃഷിഭൂമി അവിടത്തുകാർക്ക് തന്നെ നൽകി. എന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ കൃഷി ഇറക്കണം, നികുതി തരണം. കൃഷി ചെയ്യണം, ചെയ്യാതിരിക്കരുത്, ചെയ്യണം. ഇങ്ങനെ കൃഷി ചെയ്യിപ്പിച്ചിരുന്ന ഒരു മതത്തിന്റെ അനുയായികളാണ് നമ്മൾ. നമുക്കിപ്പോൾ അത് ശരിയല്ല. ബാക്കിയുള്ള ഈ മേലനങ്ങാതെ വിയർക്കാണ്ട് എങ്ങനെയൊക്കെയാണോ AC യിലിരുന്ന് കാശുണ്ടാക്കാൻ കഴിയുക, അത് ചെയ്യണ്ട എന്നല്ല ഈ പറയുന്ന അർത്ഥം. അത് ചെയ്യണ്ട എന്നല്ല, എല്ലാം ഉണ്ടാവണം. മലമ്പ്രദേശങ്ങളിൽ തട്ടുകളായി കൃഷി ചെയ്യുന്ന രീതി സ്പെയിനിൽ ഉണ്ടാക്കിയത് മുസ്ലിമീങ്ങളാണ്. അറബികളുടെ ശാസ്ത്രീയ കൃഷി രീതി സ്പെയിനിന്റെ മുഖചിത്രം തന്നെ മാറ്റി. ഇന്നും ആ സൗകര്യങ്ങൾ അവർ ഉപയോഗപ്പെടുത്തുന്നു. നമ്മളെയൊക്കെ ആട്ടിപ്പായിപ്പിച്ചിരിക്കും. ഒന്നുകൂടി കേൾക്കൂ നിങ്ങൾ. പാശ്ചാത്യ പണ്ഡിതൻ വില്യം വിൽകോക്സ് എന്ന് പറയുന്ന മനുഷ്യൻ എഴുതി വെച്ചത്, ആധുനിക യുഗത്തിൽ ഓസ്ട്രേലിയയിലും USA-യിലും നടക്കുന്ന ജലസേചന പ്രവർത്തനങ്ങളോട് കിടപിടിക്കുന്ന സംവിധാനങ്ങളാണ് ഇറാഖിലെ യൂഫ്രട്ടീസ് നദി ഉപയോഗപ്പെടുത്തി ഖലീഫമാർ ആവിഷ്കരിച്ചിരുന്നത് എന്ന്. ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ ഗവർണർമാർക്കുള്ള ഒരു കത്തുകൂടി കേട്ടോളൂ, മലയാളത്തിൽ പരിഭാഷ.
ഭരണപ്രദേശത്തിന് കീഴിലുള്ള ഭൂമി ജനങ്ങൾക്ക് വിതരണം ചെയ്യുക, കൃഷിയുടെ ഉൽപാദനത്തിനും വിളവിനും അനുസരിച്ച് നികുതി ഈടാക്കുക, കടുപ്പമേറിയതും വരണ്ടതുമായ കൃഷി ബുദ്ധിമുട്ടുള്ള ഭൂമിയിലെ നികുതി ഒഴിവാക്കി കൊടുക്കുക. ഇനി ജനങ്ങൾ അത് സ്വീകരിക്കാത്ത പക്ഷം ഭരണ സംവിധാനത്തിന്റെ മേൽനോട്ടത്തിൽ കൃഷി നടത്തുക. എങ്ങനെയാണെങ്കിലും കൃഷിഭൂമി പാഴാക്കി ഇടരുത്. എങ്ങനെയാണെങ്കിലും കൃഷിഭൂമി പാഴാക്കി ഇടരുത്. അങ്ങനെ പാഴാക്കിയിടുന്ന കൃഷിഭൂമിയുടെ ആധാരം ആരുടെ പെട്ടിയിലായാലും അതിന്റെ അവകാശികൾ ആരാണോ കൃഷി ചെയ്യാനായി മുന്നോട്ട് വരുന്നത് അയാളുടേതാണ് എന്നാണ് ഇസ്ലാമിന്റെ പക്ഷം. ആരാണ് ഭൂമിയെ തരിശായി നടക്കുന്നത്, ഹൈവേയാക്കി മാറ്റുന്നത്, അതിനെ ജീവസുള്ളതാക്കി മാറ്റുന്നത്, വെള്ളവും വളവും നൽകി കൃഷി ചെയ്യുന്നത്? അയാൾക്കാണത് എന്ന് ഹദീസുണ്ട്. നിങ്ങൾ അത്ഭുതത്തോടു കൂടി എന്നെ നോക്കണ്ട, ഹദീസുണ്ട്. ഇസ്ലാമിൽ നിയമമുണ്ട് അങ്ങനെ. അപ്പൊ എന്റെ കസ്റ്റഡിയിൽ മൊട്ടപ്പറമ്പുകൾ ഞാൻ തിരിഞ്ഞു നോക്കാത്തതുണ്ടെങ്കിൽ ബേജാറാവണം. ഞാൻ എന്ന് തന്നെയാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അള്ളാഹുവിന്റെ നിയമങ്ങൾ കൃത്യമായി പഠിക്കുകയും അത് ജീവിതത്തിന്റെ ഭാഗമാക്കുകയും ചെയ്യുന്ന നല്ലവരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാണ്. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖ്വാത്ത് ഉസീകും വഇയ്യായ സാനിയം ബിത്തഖ്വല്ലാഹ്. സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ നിയമങ്ങൾ അള്ളാഹുവിൻ്റെ നിയമങ്ങളാണ് എന്ന് ബോധ്യപ്പെട്ടാൽ അത് നമുക്കല്പം പ്രയാസമുണ്ടെങ്കിലും ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഞാൻ ഒന്നുകൂടി ഉണർത്തുന്നു. കൃഷി ചെയ്തുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന വിളവുകൾ നമ്മുടെ അധ്വാനത്തിൻ്റെ ഫലം മാത്രമല്ല, അത് പടച്ചതമ്പുരാൻ്റെ ഒരു അനുഗ്രഹവും കൂടിയാണ് എന്ന് ഉള്ള തിരിച്ചറിവ് നമ്മൾ നേടുക. വലിയ കൃഷിയുണ്ടായി, നല്ല തോട്ടമുണ്ടായി. ആ തോട്ടത്തിൽ നിന്ന് വലിയ വലിയ വരുമാനമുണ്ടായപ്പം വീമ്പ് പറഞ്ഞ ഒരുത്തൻ്റെ കഥ സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു പറയുന്നുണ്ട്. നശിപ്പിച്ചു 32, 33, 34 ആയത്തുകൾ സൂറത്തുൽ കഹ്ഫ് ചർച്ച ചെയ്യുന്നത് ആ ഒരു മനുഷ്യന്റെ കഥയാണ്. കഥ ഇങ്ങനെ ഓരോ ആഴ്ചയും നമ്മൾ പള്ളിയിൽ നിന്ന് വെള്ളിയാഴ്ച പോകുന്നുണ്ടല്ലോ. സൂറത്ത് യൂസുഫിൽ 24-ാമത്തെ അധ്യായത്തിൽ ആ സൂറത്തിൽ ആയത്തിൽ അത് പറയുന്നുണ്ട്. ഇന്നലെ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നു എന്ന് തോന്നാത്ത രൂപത്തിൽ അള്ളാഹ് നശിപ്പിച്ചു കളഞ്ഞു. അള്ളാഹു നശിപ്പിക്കാൻ മാത്രമുള്ള ഒരു സംഗതികളായിട്ട് കാണുക. വിശുദ്ധ ഖുർആൻ സൂറത്ത് ബഖറ 205-ാമത്തെ ആയത്തൊന്ന് വീട്ടിൽ പോയി ഓതി നോക്കൂ. 3 കാര്യങ്ങൾ ഒരേ കണ്ണുകൊണ്ട് കാണുന്നു. വൈദാ സാഫിൽ അർദി ലിയുഫ്സിദ ഫീഹാ ലിയുഹ്ലികൽ ഹർസ വന്നസ്ൽ വല്ലാഹു ലാ യുഹിബ്ബുൽ ഫസാദ്. അല്ലാഹു ഒരിക്കലും ഫസാദ് ഇഷ്ടപ്പെടുന്നില്ല. അവർ തിരിച്ചു പോയാൽ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാനും ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാനും വിള നശിപ്പിക്കാനും ജീവനെടുക്കാനുമായിരിക്കും. വിള നശിപ്പിക്കുന്നത്, വെട്ടി നശിപ്പിക്കുന്നത്, വെട്ടി നിരത്തുന്നത്, കൊലപാതകം. ഇത് 3 ഒരേ കുറ്റമായി കാണുന്നു. അപ്പോഴോ അത്തഫിന്റെ വാവിട്ട് അങ്ങനെ പറയുന്നു അള്ളാഹുവിന്റെ കിതാബിൽ. ഒന്നുകൂടി, വൈദാ സആഫിൽ അർളി ലിയുഫ്സിദ ഫീഹാ ലിയുഹ്ലികൽ ഹർസ്. നമ്പർ 1 ലിയുഹ്ലികൽ ഹർസ്. പിന്നെയാണ് ഈ മനുഷ്യ കൊലപാതകത്തെ കുറിച്ചൊക്കെ പറയുന്നു. വന്നസ്ൽ, അതാ ലിയുഫ്സിദ ഫീഹാ, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുക, ഭൂമിയെ തന്നെ ഭൂമിയുടെ ഈ പാരിസ്ഥിതിക സന്തുലനം തകരാറിലാക്കുക, അതിനെ നശിമുഷിയാക്കുക. കൊലപാതകത്തിനെതിരെ, വിള നശീകരണത്തിനെതിരെ, ഭൂമി തരിശാക്കിയിടുന്നതിനെതിരെ ഈ ആയത്ത് നമ്മളെ ഭയപ്പെടുത്തുന്നു. നമ്മുടെ നാട് കുറച്ചു മുമ്പ് ആസ്ഥാനത്ത് കർഷകരുടെ ഒരു വലിയ സമരം നടന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. ഭരണകൂടം അതിന് പുറന്തേഞ്ഞു നിൽക്കുകയും ആ കർഷകരോട് ക്രൂരമായി പെരുമാറുകയും ചെയ്തു. എന്നാൽ നമ്മളുടെ നാട്
മുമ്പൊരു കൂട്ടർ ഭരിച്ചിരുന്നു നൂറ്റാണ്ടുകൾ. അതാരാന്ന് പറയും? മുസ്ലിമീങ്ങൾ. ആ മുസ്ലിമീങ്ങൾക്ക് ഈ മറക്കാനാവാത്ത ഒരു ഭരണാധികാരിയുടെ പേരാണ് ബാബർ ചക്രവർത്തി. അദ്ദേഹമാണ് മുഗൾ സാമ്രാജ്യം സ്ഥാപിച്ച മനുഷ്യൻ. അദ്ദേഹത്തിന്റെ മകൻ ഹുമയൂൺ കബീറിന് എഴുതി വെച്ച വസീയത്ത് ഇപ്പോഴും വായിക്കാൻ കിട്ടുന്നുണ്ട്. അത് ചർച്ചയുമാണ്. മറ്റു വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് ആൾക്കാർ അത് അങ്ങാടിയിൽ പ്രസംഗിക്കാറ്. ഭോപ്പാലിലെ സ്റ്റേറ്റ് ലൈബ്രറിയുടെ വസീയത്തിനാമായ മഖ്ഫി എൻസിയും മെഹത്ത വെളിച്ചത്ത് കൊണ്ടുവന്ന സാധനത്തിൽ നമ്മൾ പലതും ഉദ്ധരിക്കാറുണ്ട്. പക്ഷെ ഉദ്ധരിക്കേണ്ട അതിൽ ഒരു വരി ഞാൻ വായിക്കട്ടെ. പ്രിയപ്പെട്ട മോനെ, ഈ നാടെങ്ങനെ കൊണ്ടുപോകണമെന്നതിന്റെ ഉപദേശങ്ങളാണ് അതിലൊന്ന്, രാജാവിന് കർഷകരോടും കർഷകർക്ക് രാജാവിനോടും തൃപ്തി തോന്നുന്ന വിധം നീതി നടപ്പാക്കുന്നതിന് വേണ്ടി നടപടിയെടുക്കണം. കൃഷിക്കാരും ഭരണകൂടവും തമ്മിൽ നല്ല ടെൻഷനായിരിക്കണം എപ്പോഴും. അവരോടൊരിക്കലും പിണങ്ങരുത്. അവരാണ് ഈ രാജ്യത്തിന്റെ നട്ടെല്ല്. എന്ന് പഠിപ്പിച്ചു കൊടുത്ത മഹാനായ ഒരു ചക്രവർത്തി ഭരിച്ച ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. الذين ينقضون عهد الله من بعد ميثاقه ويقطعون ما أمر الله به أن يوصل ويفسدون في الأرض أولئك هم الخاسرون. അള്ളാഹുവിന്റെ ഉത്തരവ് ശക്തിയുക്തം നൽകിയതിന് ശേഷം അതിന് വിപരീതം പ്രവർത്തിക്കുകയും അള്ളാഹു കൂട്ടിച്ചേർക്കാൻ കൽപ്പിച്ചതിനെ മുറിച്ച് വേർപ്പെടുത്തുകയും ചെയ്യുന്നവർ. അള്ളാഹു കൂട്ടിച്ചേർക്കാൻ കൽപ്പിച്ച കുറെ ബന്ധങ്ങളുണ്ട് നമുക്ക്. അത് മനുഷ്യരും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാണ്. മനുഷ്യന്റെ പ്രകൃതിയും കുറിച്ചുള്ള ബന്ധത്തെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരല്ല. മനുഷ്യൻ ജീവിക്കുന്ന സാഹചര്യങ്ങളെക്കുറിച്ചും ഇതിലെ പരിസ്ഥിതിയെക്കുറിച്ചും നമ്മൾ ബോധവാന്മാരല്ല. അതുകൂടി ഇതിന്റെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരണം എന്ന് പണ്ഡിതന്മാർ ശക്തമായി ആവശ്യപ്പെടുന്നു. അള്ളാഹു ജനവാസയോഗ്യമായ ഒരൊറ്റ ഗോളത്തെയല്ലേ സൃഷ്ടിച്ചിട്ടുള്ളൂ? ഭൂമി മാത്രം. ചൊവ്വയിലേക്ക് പോയി നമ്മൾ ഭൂതക്കണ്ണാടി വെച്ച് നോക്കിയത് ചൊവ്വയിൽ എവിടെയെങ്കിലും വെള്ളമുണ്ടോ എന്നായിരുന്നു, അഥവാ വാസയോഗ്യമാണോ എന്നായിരുന്നു. അല്ല എന്ന ഉത്തരം ആണ് തിരിച്ചു വന്നവർ പറഞ്ഞത്. എല്ലാ ജീവികളും ദൈവിക നിയമത്തിന് അതീതമായി ജീവിക്കണം. അതിന് പറ്റിയ ഒരു മണ്ണ് ഈ ഭൂമി. എന്നിട്ടല്ല നമ്മളോട് പറഞ്ഞു, ഞാൻ ഓതി വെച്ച ആയത്തതാണ്. സ്വാലിഹിന്റെ ജനങ്ങളോട് ഇങ്ങനെ പറഞ്ഞു, അള്ളാഹു അല്ലാതെ നിങ്ങൾക്കൊരു ഇലാഹുമില്ല, അള്ളാഹുവിനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ. ആരാണ് അള്ളാഹു? നിങ്ങളെ ഭൂമിയിൽ നിന്നാണ് അവർ ഉണ്ടാക്കിയത്. ഭൂമിയിൽ നിന്നാണ് നിങ്ങൾ പിറവിയെടുത്തത്. അവിടെ തന്നെ നിങ്ങളെ അധിവസിപ്പിക്കുകയും എന്ന് പറഞ്ഞാൽ ഭൂമിയെ ഇനിയുള്ള അടുത്ത തലമുറക്കും വാസയോഗ്യമാക്കി വെക്കുക എന്നത്, വാസയോഗ്യമായി നിലനിർത്തുക എന്നത് മുസൽമാന്റെ ബാധ്യതയാണ്. എന്റെ നാട് ഇനി വരുന്ന തലമുറക്ക് വസിക്കാൻ ആവശ്യമായ വായുവും വെള്ളവും സുരക്ഷിതമാക്കി നിർത്തേണ്ടത് എന്റെ ബാധ്യതയാണ്. അത് മുഴുവൻ ഇടിച്ചു നിരത്തി നാശികുശിയാക്കിയിട്ട് ഒരു തുള്ളി വെള്ളം കിട്ടാത്ത പശ്ചാത്തലം ഉണ്ടാവരുത്. ഇനിയൊരുന്നൊരു തലമുറക്ക് ഇവിടെ വാസം സാധ്യമോ എന്ന ഒരു ഗാനം കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അല്ലാത്ത ചോദ്യങ്ങളുണ്ടത്. ഇനി വരുന്നൊരു തലമുറക്ക് ഇവിടെ വാസം സാധ്യമോ? സാധ്യമല്ലാത്ത അവസ്ഥ ഉണ്ടാക്കുകയാണെങ്കിൽ എന്ന ലിസ്റ്റിൽ തന്നെയാണ് അള്ളാഹു അത് കുറ്റമായി കാണുക എന്ന് ഗൗരവബുദ്ധിയ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് മലായികത്ത് ചോദിച്ച എന്തിനാണ് പടച്ച തമ്പുരാനെ ഈ ഭൂമിയെ നാശമാക്കുന്ന, ഫസാദാക്കി കളയുന്ന, പരസ്പരം തമ്മിൽ തല്ലി പോരടിക്കുന്ന ഒരു വർഗത്തെ അവർ ഉണ്ടാക്കുന്ന, അവരെ ഭൂമി നാശാക്കും എന്ന് മലായികത്ത് പറഞ്ഞത്. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞ ഇത്തരം നിയമങ്ങൾ ഒരുപാട് നീട്ടി പറയാനുള്ള ഒരു വിഷയമാണിത്. ഞാൻ ചുരുക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചെടുക്കേണ്ട ഒരു വിഷയമാണിത് എന്ന് ഞാൻ ഗൗരവത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു നമ്മെ ഏൽപ്പിച്ച സകല കർത്തവ്യങ്ങളും നിർവഹിക്കുന്ന നല്ലവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അതിന്റെ പേരിൽ നമുക്കുണ്ടാവുന്ന നഷ്ടങ്ങളെ സഹിക്കുവാൻ അള്ളാഹു
നമുക്ക് ഹൃദയവിശാലത നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഭൂമിയെ വരും തലമുറക്ക് നല്ല രൂപത്തിൽ കൈമാറാനുള്ള ഒരു വിശാല ഹൃദയം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ നമ്മുടെ പിൻതലമുറക്ക് കൂടി ഉള്ളതാണ് എന്ന ബോധത്തോടു കൂടി ജീവിക്കാൻ അല്ലാഹു നമ്മെ പ്രാപ്തരാക്കുമാറാകട്ടെ. നമ്മിൽ രോഗം മൂലം കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ മാനസികമായി തീരുന്ന ആളുകൾക്ക് അല്ലാഹു ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ കടം കൊണ്ട് കഷ്ടപ്പെടുന്ന പലരുമുണ്ട്. അവർക്ക് അല്ലാഹു അതിൽ നിന്നൊക്കെ മോചനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് നേരത്തെ മരണപ്പെട്ടു പോയവരെയും നമ്മയും അല്ലാഹു സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ.